യാത്രയാക്കിയതാണ്. പരിശുദ്ധ കഅബയിൽ അവളുടെ പാൽമണമുള്ള കൊഞ്ചലുകൾ പ്രാർത്ഥനകളായി പെയ്തിറങ്ങിയതാണ്. അവൾക്കായി കരുതിയ കുഞ്ഞു സമ്മാനങ്ങൾ അയാളുടെ ബാഗിൽ ഇനി അനാഥരാവും. സഹറയുടെ പിതാവ് ഷുഹൈബ് ഉംറ ചെയ്യാനായി സൗദി അറേബ്യയിലായിരുന്നു. മദീനയിലുള്ള ഷുഹൈബ് ഇന്ന് നാട്ടിലെത്തുമെന്ന് പിതാവിൻ്റെ സഹോദരൻ നാസർ പറഞ്ഞു. ചാലിയം സ്വദേശി ഷുഹൈബ് ജസീല ദമ്പതികളുടെ മകളാണ് സഹറ. വീട്ടിൽ നോമ്പ് തുറക്കാനെത്തിയ മാതൃ സഹോദരിക്കൊപ്പം ഉമ്മ വീട്ടിലേക്ക് പോയതായിരുന്നു അവൾ. കണ്ണൂർ മട്ടന്നൂർ പാലോട്ടുപള്ളി ബദരിയ മൻസിലിൽ റഹ്മത്തിനെയും സഹറയെയും റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യാത്രക്കാരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്നാണ് റഹ്മത്ത് അടക്കമുള്ളവർ പുറത്തേക്ക് ചാടിയതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. 3 പേരുടെ മൃതദേഹങ്ങൾ എലത്തൂർ കോരപ്പുഴ പാലത്തിന് സമീപം റെയിൽവേ പാളത്തിലാണ് കണ്ടെത്തിയത്. മട്ടന്നൂർ സ്വദേശി നൌഫിഖാണ് മൂന്നാമത്തെയാൾ. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ D1 കമ്പാർട്ട്മെൻറ്റിൽ ഞായറാഴ്ച രാത്രി 9:15 ആക്രമണമുണ്ടായത്. കോഴിക്കോട് പിന്നിട്ട ട്രെയിൻ എലത്തൂർ സ്റ്റേഷനും കഴിഞ്ഞ് കോരപ്പുഴ പാലത്തിലെത്തിയപ്പോൾ പെട്രോളുമായി കമ്പാർട്ട്മെൻറ്റിൽ കയറിയ അക്രമി യാത്രക്കാർക്കു നേരെ സ്പ്രേ ചെയ്ത ശേഷം കത്തിക്കുകയായിരുന്നു എന്നാണ് കമ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർ പറയുന്നത്. ടോയ്ലറ്റിൻ്റെ ഭാഗത്തു നിന്ന് കമ്പാർട്ട്മെൻറ്റിലേക്ക് 2 കുപ്പികളുമായി വന്ന അക്രമി പെട്രോൾ വീഴ്ചയൊഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്ന് കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന യാത്രക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റു യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. ട്രെയിനിന് തീ പിടിച്ചു എന്നായിരുന്നു ആദ്യം പ്രചരിച്ചിരുന്നത്. ഇത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ട്രെയിൻ നിന്നത് പാലത്തിന് മുകളിലായതിനാൽ പൊള്ളലേറ്റവരെ പുറത്തെത്തിക്കാനും ഏറെ പണിപ്പെടേണ്ടി വന്നു. D1 കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റു കമ്പാർട്ട്മെൻറ്റിനുള്ളിലൂടെയാണ് പിന്നീട് ഇവരെ പുറത്തെത്തിച്ചത്. ട്രെയിനിലുണ്ടായിരുന്ന 8 പേർക്കാണ് പൊള്ളലേറ്റത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നറിയുന്നു. പൊള്ളലേറ്റ 5 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 പേരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ കൊയിലാണ്ടിയിലെ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 50% പൊള്ളലേറ്റ അനിൽകുമാറിൻ്റെ നില ഗുരുതരമാണ്. കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന റാസിഖ് എന്നയാളെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജ്യോതീന്ദ്രനാഥ്, പ്രിൻസ് എന്നിവരാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്.